നമസ്കാരം. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കേറ്ററ്റിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ആണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം അതിൻ്റെ ആൻസർ പറയുന്നതോടൊപ്പം തന്നെ ഉത്തരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നതിനെ പറ്റിയുള്ള മിക്കവാറും എല്ലാ നിയമങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ക്ലാസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ശ്രദ്ധയോടെ പഠിച്ചാൽ ഈസിയായിട്ട് പാസ്സാകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത്രയ്ക്ക് സിമ്പിളാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങളുടെ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അത് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് അതേപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോബഡി അറ്റൻഡ്സ് ദ മീറ്റിംഗ് എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് താരതമ്യേന എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. പക്ഷേ അതെങ്ങനെയാണ് വന്നത് എന്ന് കൂടി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം മാത്രം പറഞ്ഞു പോയാൽ മതി. പക്ഷെ അങ്ങനെ കേൾക്കുന്ന ആൾക്ക് ഈ ഉത്തരം എങ്ങനെ കിട്ടി എന്ന് പലപ്പോഴും അറിയാൻ കഴിയില്ല. ഇവിടെ നോബഡി അറ്റൻഡ്സ് ദി മീറ്റിംഗ് എന്നുള്ളതിന് ടാഗ് എഴുതാനാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം. ഒന്നാമത്തെ നിയമം എന്താണ്? ഒരു തന്നിരിക്കുന്ന വാക്യം നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തിരിച്ചും തന്നിരിക്കുന്ന വാക്യം പോസിറ്റീവാണ് എങ്കിൽ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഏതാണ്ട് 24ഓളം സഹായക്രിയകളുണ്ട്, ഓക്സിലറി വെർബ്സ് ഉണ്ട്. അവയുടെയൊക്കെ നെഗറ്റീവ് ഫോമും അതേപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോമും പഠിച്ചു വയ്ക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്നവർ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകും. പക്ഷെ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കേണ്ടി വരും. എങ്കിൽ പോലും ആ 24 സഹായക്രിയയും അതിൻ്റെ നെഗറ്റീവ് ഫോമും അതിൻ്റെ ഷോർട്ട് ഫോമും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇനി പറയാം. ഒന്ന്, ഈസിൻ്റെ നെഗറ്റീവ് ഈസിനോട്ടാണ്. അതിൻ്റെ ഷോർട്ട് ഫോം ഈസിഞ്ചാണ്. ഈ ഇഞ്ച് എന്ന് പറയുമ്പോൾ നോട്ടിൻ്റെ ഓ കളഞ്ഞിട്ട് മുകളിൽ അപ്പോസ്ട്രഫി ഇടുന്നതാണ്. അപ്പം ഈസിഞ്ച്. ആംനോട്ടിൻ്റെ ഇത് ആയൻ്റെ എന്നൊരു വൾഗർ ഫോമുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. അത് ബ്രിട്ടീഷുകാരുടെ രണ്ട് തരത്തിൽ എന്താണ് അവർ പറയാറുണ്ട്. പക്ഷേ അത് ഗ്രമേറിയൻസിൻ്റെ സമയത്തുള്ളൂ. ആയൻ്റെ അല്ല, അത് ആംനോട്ടും അല്ല. പക്ഷേ എന്താണ്, ആംനോട്ടിൻ്റെ ഷോർട്ട് ഫോം ആറിഞ്ചാണ്. ആറിഞ്ച്, ആർനോട്ട്, ആറിഞ്ച്. വാസ് നോട്ട്, വാസിഞ്ച്. വേർ നോട്ട്, വേറിഞ്ച്. ഹാസ് എ നോട്ട്, ഹസിൻറ്റ്. ഹാവ് നോട്ട്, ഹാവിൻറ്റ്. ഹാഡ് നോട്ട്, ഹാഡിൻറ്റ്. ഡു നോട്ട്, ഡോണ്ട്. ഡസ് നോട്ട്, ഡസൻറ്റ്. ഡിഡ് നോട്ട്, ഡിഡിൻറ്റ്. വിൽ നോട്ട്, വോണ്ട്. WON അപ്പോസ്ട്രോഫി T, വോണ്ട്. വുഡ് നോട്ട്, വുഡിൻറ്റ്. ഷാൽ നോട്ട്, ഷാൻറ്റ്. SHAN അപ്പോസ്ട്രോഫി T, ഷാൻറ്റ്. ഷുഡ് നോട്ട്, ഷുഡിൻറ്റ്. മെ നോട്ട്, മേയൻറ്റ്. MAYN അപ്പോസ്ട്രോഫി T, മാൻറ്റ്. മൈറ്റ് നോട്ട്, മൈറ്റിൻറ്റ്. കനോട്ട്, കാണ്ട്. കുഡ് നോട്ട്, കുഡിൻറ്റ്. മസ്റ്റ് നോട്ട്, മസിൻറ്റ്. നീഡ് നോട്ട്, നീഡിൻറ്റ്. ഓട്ട് നോട്ട്, ഓട്ടിൻറ്റ്. യൂസ്ഡ് നോട്ട്. ഒന്നുകിൽ നമുക്ക് ഡിഡിൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂസ്ഡ് നോട്ട് എന്ന് പറയാം. ഓട്ട് നോട്ട്, ഓട്ടിൻറ്റ്. ഇങ്ങനെ നെഗറ്റീവ് ഫോം കണ്ടെത്തി അവയുടെ ഷോർട്ട് ഫോമും നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിയമങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് എന്താണ് തന്നിരിക്കുന്ന വാക്യം
എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത്. നോബഡി അറ്റൻഡ്സ് ദി മീറ്റിംഗ് എന്നാണ്. ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് നോബഡിയാണ്. അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ക്രിയ ഏകവചനവുമാണ്. അപ്പം നോബഡി ഏകവചനമായതുകൊണ്ടാണ് ക്രിയ ഏകവചനമായത്. അതറിയാമല്ലോ, എഗ്രിമെൻ്റ് ഓഫ് വെർബ് വിത്ത് സബ്ജക്റ്റ് എന്ന് പറയും. ഇത് കുറച്ചുകൂടി നമ്മൾ പറയുകയാണ് എങ്കിൽ, സാധാരണ നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എനിബഡി, നോബഡി, എവരിബഡി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏകവചനമായിട്ടാണ്. ഇതാണ് നിയമം, അത് ശ്രദ്ധിച്ചോണം. എവരിബഡി എന്നും നോബഡി എന്നും എവരി വൺ എന്നും ഒക്കെ പറയുന്നത് എന്താണ്, ഏകവചനങ്ങളാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ക്രിയ ഏകവചനത്തിലുള്ളതായി നമ്മൾ എഴുതാറുള്ളത്. എന്നാൽ ഓൺലി ഇൻ എ ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രം ഈ പറഞ്ഞവയെല്ലാം ബഹുവചനമായി കണക്കാക്കണം. അങ്ങനെ ബഹുവചനമായി കണക്കാക്കുമ്പോൾ നമുക്ക് ദേ എന്ന സബ്ജക്റ്റാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ നിയമമാണ്, എങ്ങനെ ദേ വന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. ദേ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നോബഡി അറ്റൻസ് എന്നാണ്. അറ്റൻസ് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് അറ്റൻഡ് എന്നാണ്. അപ്പോൾ അത് ഏകവചനമാണ്. ദേയുടെ കൂടെ ഒരിക്കലും ഡസ് യോജിക്കാത്തത് കൊണ്ട് നമ്മൾ ആ സഹായക്രിയയെ കൂടി എന്ത് ചെയ്യണം, ബഹുവചനമാക്കണം. അപ്പോൾ ഒരു സഹായക്രിയ ഡസ് എന്നുള്ളത് ഏകവചനമാണ്, അതിനെ ബഹുവചനമാക്കണമെങ്കിൽ വെരി സിമ്പിൾ, ആ എസ് സ്ട്രൈക്ക് ചെയ്തോളാം. അപ്പോൾ ഒരു ക്രിയയെ ബഹുവചനമാക്കുവാൻ ആ ക്രിയയോടൊപ്പം എസ് പ്രയോഗിച്ചാൽ മതി എന്നുള്ളതാണ് പ്രാഥമികമായ തത്വം. ഗോസും കംസും റൈറ്റ്സും സീസും ആസ്ക്സും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏകവചനമാക്കാൻ ആ ക്രിയ അഥവാ സഹായക്രിയയുടെ കൂടെ എസ് കൂടി പ്രയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഇവിടെ സഹായക്രിയ എന്താണ്, ബഹുവചനമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എസ് സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡു ആണ്. ഇനി തന്നിരിക്കുന്ന വാക്യം നൊബഡി എന്നായതുകൊണ്ട് നെഗറ്റീവാണ് സെൻറ്റൻസ്. ടാഗ് എന്താണ്, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ടാഗ് കിട്ടി ഡു ദേ.